നമസ്കാരം സുഹൃത്തുക്കളെ, ഫനാസാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ശോഭ ബിൽഡേഴ്സിന്റെ ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഞാനുള്ളത്. ഈ വില്ലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ ശോഭയുടെ തന്നെ ഡെപ്യൂട്ടി മാനേജർ നമ്മുടെ കൂടെ ഉണ്ട്. സെയിൽസ് ഡെപ്യൂട്ടി മാനേജർ നമ്മുടെ കൂടെ ഉണ്ട്, മിസ്റ്റർ ആഷിഫ്. നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വില്ലേനെ പറ്റിയിട്ട് ഇത് ശരിക്കും മൂന്നാമത്തെ പ്രൊജക്റ്റ് അല്ലേ? തൃശ്ശൂരിലെ മൂന്നാമത്തെ പ്രൊജക്റ്റ് ആണ്. ഈ വില്ലയുടെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ബ്രീഫ് ആയിട്ടാ എക്സ്പ്ലെയിൻ, ഒരുപാട് വലിച്ചു നീട്ടണ്ട, കാരണം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോളൂ. ഓക്കെ, ഇത് ശോഭ സിൽവർ എസ്റ്റേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ലൈക്ക് തൃശ്ശൂർ റൗണ്ട് ഓൾമോസ്റ്റ് 7 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നിയർലി 7.04 ഏക്കേഴ്സിലാണ് ടോട്ടൽ ആയിട്ടുള്ളത്. 7 ഏക്കേഴ്സിൽ 57 യൂണിറ്റ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അതിൽ 3 BHK കോൺഫിഗറേഷൻ ഉണ്ട്, 4 BHK ഉണ്ട്. 4 BHK ആണെങ്കിൽ 3600 സ്ക്വയർ ഫീറ്റും 3 BHK ആണെങ്കിൽ 2700 സ്ക്വയർ ഫീറ്റും ആണ് ഇതിന്റെ ടോട്ടൽ കോൺഫിഗറേഷൻ വരുന്നത്. ഒരു അറ്റാച്ച്ഡ് നമുക്കൊരു മെയ്ഡൻ റൂംസും അതുപോലെ തന്നെ അതിന് ഒരു അറ്റാച്ച്ഡ് ക്ലോസറ്റും ഇതിന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇതില് ഓരോ വില്ലക്ക് എത്ര സെന്റിലാണ് ഓരോ വില്ല വരുന്നത്? ഡിപ്പെൻസ് ആണ്. നമുക്ക് 6 സെന്റ് മുതൽ മുകളിലോട്ടുണ്ട്. 6 സെന്റ് മുതൽ 15 സെന്റ് വരെയുള്ള വില്ലാസ് അവൈലബിൾ ആണ്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് ഉള്ളത്? അതായത് 3 BHK ആണോ 4 BHK ആണോ അവൈലബിൾ? നമുക്ക് 4 BHK ഒരു യൂണിറ്റ് അവൈലബിൾ ആണ്. 3 BHK ഓൾമോസ്റ്റ് നമുക്ക് ചൂസി ആയിട്ടുള്ള കുറച്ച് യൂണിറ്റുകൾ അവൈലബിലിറ്റി ഉണ്ട്. പ്രൈസിങ് എങ്ങനെ വരുന്നത്? പ്രൈസിങ് നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് 2.75 CR ആണ് 3 BHK വരുന്നത്. 4 BHK വരുന്നത് 3.6 CR 4 BHK വരുന്നത്. ഇതിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. 8500 സ്ക്വയർ ഫീറ്റിന്റെ മൾട്ടിപർപ്പസ് ക്ലബ് ഹൗസ് ഉണ്ട്. അതിൽ ബാഡ്മിന്റൺ കോർട്ടും എല്ലാ അമ്യൂണിറ്റീസും. ശോഭയുടെ അമ്യൂണിറ്റീസും നമ്മൾ ഓരോന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു കമ്മ്യൂണിറ്റിക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും അതിനകത്തുണ്ട്. ഓക്കെ, നമ്മള് ഇപ്പൊ ഓരോ വില്ലക്ക് ഇപ്പൊ 3 BHK വില്ലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു ഫയർ യൂണിറ്റ് കാണാം. ഫയർ യൂണിറ്റിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നത് ഒരു ലിവിംഗിലേക്കാണ്. പ്ലസ് ഒരു കോമൺ ഡൈനിങ് ആണ്. കോമൺ ഡൈനിങ് ചെറിയൊരു പാഷ്യോ യൂണിറ്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ടായിരിക്കും. ഓപ്പൺ കിച്ചണിൽ പിന്നെ ഒരു യൂട്ടിലിറ്റി റൂം, പിന്നെ ബാക്കിലൂടെയുള്ള മെയ്ഡൻ റൂംസ്. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫാമിലി ലിവിംഗ് റൂം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് 2 ബെഡ്റൂംസ് ഉണ്ടായിരിക്കും. താഴെ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിരിക്കും. മുകളിൽ 2 ബെഡ്റൂം, ഒരു ലിവിംഗ്, ഒരു റൂമേ താഴെ വരുന്നുള്ളൂ. 2 റൂമും മുകളിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രൈസിങ് 4 BHK പ്രൈസിങ് പറഞ്ഞിരുന്നു. 3.6 CR ആണ് 4 BHK. 2 BHK 2.7 ആണ് ശോഭ സിൽവർ എസ്റ്റേറ്റിന്റെ ക്ലബ് ഹൗസ്. ഈ ക്ലബ് ഹൗസ് ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് 3 ഫ്ലോർസ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ താഴെ നമുക്ക് ബാഡ്മിന്റൺ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്. ആൻഡ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു അഡൽട്ട് പൂളും അതുപോലെ തന്നെ കിഡ്സ് പൂളും അവൈലബിൾ ആണ്. പിന്നെ വാഷിംഗ് യൂണിറ്റും വാഷിംഗ് ഏരിയയും. ആൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത് ഒരു ഫിറ്റ്നസ് സെന്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി റൂം വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് ഒരു കോൺഫറൻസ് ഹാൾ, നിയർലി 100 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കോൺഫറൻസ് ഹാള്, പ്ലസ് ഒരു പാർട്ടി ഹാള്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ഒരു പാൻട്രിയും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്ലബ് ഹൗസിൽ 8500 സ്ക്വയർ ഫീറ്റിന്റെ ക്ലബ് ഹൗസിൽ വരുന്നത്.